ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നത് അജാ പാർക്കിലാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇവിടെ നൈറ്റാണ് വരേണ്ടത് കേട്ടോ. നല്ല രസമാണ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കുന്നതും അവിടുത്തെ ഷോപ്പായാലും ഈ കുഞ്ഞു ഈ കാണുന്നതൊക്കെ ഓരോ നമ്മുടെ ഫുഡ് ഐറ്റംസ് ആട്ടോ. നമുക്ക് അവിടുന്ന് ഫുഡ് മേടിച്ചിട്ട് ഒരുപാട് ആണ്. ഇത് കണ്ടോ, നമ്മുടെ ഈ ലൈറ്റിന് അപ്പുറവും ഇപ്പുറവും കാണുന്ന അവിടെ പോയി ഇരുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. അതിന് ടിപ്പുണ്ട് കേട്ടോ. റിയാൽ കൊടുക്കേണ്ടി വരും. എത്ര റിയാലെങ്ങാണ്ട് കൊടുക്കണം. എന്നിട്ട് ഒരുപാട് കുട്ടികൾ കളിക്കാൻ പറ്റിയതും മുതിർന്നവർ കളിക്കാൻ പറ്റിയതുമായ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ അജാ പാർക്ക്. പക്ഷേ ഓരോ റൈഡിനും റിയാൽ കൊടുക്കണം. 30, 20 ഇങ്ങനെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്നിച്ച് പോകുമ്പം അവർക്ക് നമ്മളൊരു തുക പറഞ്ഞ് നമുക്ക് വില പേശി നമുക്കവരെ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ കുതിരസവാരി ഉണ്ട് കേട്ടോ. അതിലൊന്നും നമ്മൾ കയറിയില്ല, ജസ്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ ഇതിനകത്ത് കയറി കേട്ടോ. ഇത് പേടിക്കാനൊന്നുമില്ല. ഇതുപോലെ ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ ഇതുപോലെ ഒന്ന് കയറിയായിരുന്നു. എനിക്ക് അപ്പോഴും പേടിച്ചൊന്നുമില്ല. ഇത് എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല കേട്ടോ. സിമ്പിളായിട്ടിരിക്കുക. ജസ്റ്റ് മേലോട്ട് പോയി താഴോട്ട് പോയി, അത്ര തന്നെ. ഒന്നും കുഴപ്പമില്ല. പിന്നെ ഈ റൈഡും കുറച്ച് പാടാ കേട്ടോ. ഇങ്ങനെ മേലോട്ട് പൊങ്ങി ലാസ്റ്റ് അയ്യോ എൻ്റെ അമ്മ ഭയങ്കര സ്പീഡിൽ തലകറക്കമൊക്കെ ഉള്ളവർ കയറാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അത്രയ്ക്ക് സ്പീഡാണ്. എല്ലാം കഴിഞ്ഞ് ശുഭദിനമായിട്ട് ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ 4 പേരിനകത്ത് കയറി. എൻ്റെ പൊന്നോ, ഈ കയറിയതിനകത്തൊക്കെ കയറേണ്ടത് ഈ ഒരു ഐറ്റമാണ്. അത്രയ്ക്ക് പാടാം. ഉച്ചക്കിരുന്നോളം വിമാനാണ്. അപ്പൊ പോവാലേ? ഓക്കെ. ആ എടപ്പിലി സ്റ്റോപ്പിലിട്ടാ. ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. പിന്നെ പാപ്പി അയ്യോ. പിന്നെ കുട്ടികളുടെ ടൈമായിരുന്നു കേട്ടോ. കുട്ടികളെല്ലാവരും കൂടി ഇതിനകത്ത് നിരങ്ങിയും കയറുകയും കുത്തിമറിയുകയും ചെയ്ത് പിന്നെ അവരുടെ ഒരു സമയമായിരുന്നു കേട്ടോ. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കളിയിലായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവും. അതിനിപ്പുറമായിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ പിക്കൊക്കെ എടുത്ത് അങ്ങനെ ഇന്നത്തെ ഒരു ഔട്ടിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ടാറ്റാ, ടേക്ക് കെയർ, ബൈ.